ഹലോ, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ സെക്കൻഡ് യൂണിറ്റില്ല, ട്രാൻസാക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞുള്ള യൂണിറ്റില്ല ലാസ്റ്റ് വീഡിയോ. നമുക്ക് 2 ട്രാൻസാക്ഷൻ സൈക്കിൾ കൂടി പഠിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ സൈക്കിളും പിന്നെ കുറച്ച് കോമൺലി പറയാനുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ അതുകൂടി കവർ ചെയ്യാം, സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് എന്താ? പ്രോപ്പർലി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, PPE അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്. നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് ഫിക്സഡ് അസറ്റ് വാങ്ങും, ഇത് യൂസ് ചെയ്യും, ഇതിൻ്റെ ഡിപ്രിസിയേഷൻസ് ഒക്കെ കാണും, ഇമ്പയർമെൻറ്റ് കാണും, അവസാനം ഇത് എന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യും അല്ലെങ്കിൽ സെയിൽ ചെയ്യും. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും അത് വാങ്ങിയത് മുതൽ അത് എന്ത് ചെയ്യുന്നത് വരെ, നമ്മളത് ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നത് വരെ, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എവിടെയാണ് നമ്മൾ നോക്കുന്നത്? ഫിക്സഡ് അസറ്റ് സൈക്കിൾ അല്ലെങ്കിൽ PPEയിലാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൻ്റെ പർപ്പസ് എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ മാനേജ് ചെയ്യുക. എന്ത്? പർച്ചേസ്, യൂസ്, ഡിപ്രിസിയേഷൻ, ഡിസ്പോസൽ, എന്തിൻ്റെ? PPE അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിൻ്റെ. അതിനെ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിക്സഡ് അസറ്റ് സൈക്കിൾ കാര്യങ്ങൾ നോക്കുന്നത്. ഇനി ഇതിനകത്ത് ASൻ്റെ റോൾ എന്താണ്? റെക്കോർഡ് ന്യൂ അസറ്റിൻ്റെ FA അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ട് മൊഡ്യൂൾ ആൻഡ് ജനറൽ ലെഡ്ജർ. നമ്മളെ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിലും അതേപോലെ തന്നെ ലെഡ്ജറിലും മറ്റുമൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പർലി റെക്കോർഡ് ചെയ്യണം. അതിനെന്ത് വേണം? നല്ല വൃത്തിക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നല്ല അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം നിർബന്ധമാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഫിക്സഡ് അസറ്റിൽ ഡിപ്രിസിയേഷൻ ഒക്കെ എന്ത് ചെയ്യണം? പ്രോപ്പർലി സ്കെഡ്യൂൾ ചെയ്ത് റെക്കോർഡ് ചെയ്യണം. അതിനെന്ത് വേണം? AS ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അതേപോലെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് രണ്ടിടത്ത് നമ്മൾ ഡെഫേർഡ് ടാക്സ് സെക്ഷൻ 7 പഠിച്ചവരാണ്. ഡെഫേർഡ് ടാക്സ് നോക്കുമ്പോൾ ടാക്സബിൾ ഇൻകവും ബുക്ക് ഇൻകത്തിലും മേജർ ഡിഫറൻസ് കൊണ്ടുവരുന്ന ഒരു എക്സ്പെൻസ് ആണ് ഡിപ്രിസിയേഷൻ. അപ്പോൾ ഡിപ്രിസിയേഷൻ കാരണം എന്തെങ്കിലും ഡെഫേർഡ് ടാക്സോ കാൽക്കുലേഷൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. സോ അത് എന്തിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്? നമ്മളെ PPEയിൽ ഇൻക്ലൂഡ് ആവുന്നത്. കാരണം PPEനകത്താണ് ഡിപ്രിസിയേഷൻ വരുന്നത്. അത് കാരണം എന്തെങ്കിലും ഡെഫേർഡ് ടാക്സ് വന്നിട്ടുണ്ടോ അതിനെയൊക്കെ ട്രാക്ക് ചെയ്യുക. അതേപോലെ അസറ്റിന്റെ ലൊക്കേഷൻ എവിടെയാണ്? നമ്മൾ വാങ്ങിയതുപോലെ അല്ല, ഇപ്പൊ അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേഷൻസ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പർലി ട്രാക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും റിപ്പേഴ്സ് വേണോ? എന്തെങ്കിലും റിപ്പേഴ്സോ മെയിൻ്റനൻസോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസ് എത്ര വരുന്നുണ്ട്? ഇതൊക്കെ ട്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? AIS വേണം. AS ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമുക്കൊന്നും പ്രോപ്പർലി ഫ്യൂച്ചറിൽ വന്ന് നോക്കുമ്പോൾ ഡേറ്റ ഉണ്ടാവില്ല. മാനുവലി എൻട്രി ചെയ്ത് വെക്കുന്ന ഡേറ്റയും ASഉം തമ്മിൽ ചെയ്ത് വെക്കുന്ന ഡേറ്റയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വ്യത്യാസമാണ്. ഓക്കെ അല്ലേ? ഇനി ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുണ്ടോ? ഇമ്പയർമെന്റ് പെർമനന്റ് ഡിക്ലൈനിങ് വാല്യൂ. അതായത് നമ്മളെ അസറ്റിന്റെ വാല്യൂ പെർമനന്റ്ലി കുറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇമ്പയർമെന്റ് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ നമ്മൾ പാർട്ട് 1 സെക്ഷൻ 7 പഠിക്കുന്നതാണ്. ഇൻവെന്ററി ആയിക്കോട്ടെ, ഫിക്സഡ് അസറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ഇമ്പയർമെന്റ് എങ്ങനെ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇമ്പയർമെന്റ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇമ്പയർമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അതിനെന്ത് വേണം? AS വേണം. അതേപോലെ ഇനി ഡിസ്പോസൽ കാര്യങ്ങൾ, സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഗെയിനോ ലോസോ ഉണ്ടോ, ഇതൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പർലി ട്രാക്ക് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ AS ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന്റെ ഇൻപുട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഇൻപുട്ട്? ഫസ്റ്റ് പർച്ചേസ് റിക്വസിഷൻ. അതായത് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അപ്രൂവൽ വേണം. അസറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, നമ്മളെ കമ്പനിയിലേക്ക് വലിയ എമൗണ്ട് ആയിരിക്കും. സോ അതെന്ത് ചെയ്യണം? പ്രോപ്പർ ടോപ്പ് മാനേജ്മെന്റിന്റെ അപ്രൂവൽ വേണം. അതിന് വേണ്ടിയിട്ട് പർച്ചേസ് റിക്വസിഷൻ നമുക്കൊരു ഇൻപുട്ടായിട്ട് വരും. പിന്നെ സാധാ ഒരു പർച്ചേസ് പോലെ ഒരു മെറ്റീരിയലോ ഒരു ഗുഡ്സോ പർച്ചേസ് ചെയ്യുന്നത് പോലെ ഇവിടെയും ഒന്നുണ്ടായിരിക്കും. പർച്ചേസ് ഓർഡർ, റിസീവിംഗ് റിപ്പോർട്ട്, ഇൻവോയ്സ്, 3-way ചെക്ക് കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ 3ന്റെയും ഇൻപുട്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ? പിന്നെ വർക്ക് ഓർഡർ. ഇനി നമ്മൾ ഈ ഒരു അസറ്റ് സെൽഫായിട്ട് ഉണ്ടാക്കുക, ഒരു ബിൽഡിംഗ് നമ്മൾ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ അതിന്റെ വർക്ക് ഓർഡർ വേണം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഒരു വർക്ക് ഓർഡർ ഇൻപുട്ടായിട്ട് കയ്യിലുണ്ടാവണം. ഇനി ഇടയിൽ എന്തെങ്കിലും റിപ്പയറോ മെയിൻ്റനൻസോ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോം കാര്യങ്ങൾ പ്രോപ്പർലി എന്ത് ചെയ്യണം? ഇൻപുട്ടായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അത് ഫോം കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ റിപ്പോർട്ടും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ റിപ്പയറും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അസറ്റ് ചേഞ്ച് ഫോം. അതായത് ഞാൻ പറഞ്ഞതുപോലെ ലൊക്കേഷൻസ് തോന്നിയതുപോലെ മാറ്റാൻ പറ്റില്ല. അത് മാറ്റണമെങ്കിൽ അതിന്റെ പ്രോപ്പർ ഫോം കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ലൊക്കേഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ അതിന്റെ ഫോം കാര്യങ്ങൾ വേണം. ഡിസ്പോസൽ ഫോം. ഡിസ്പോസ് ചെയ്യുന്നതിനും പ്രോപ്പർലി ഫോം കാര്യങ്ങൾ വെച്ച് പ്രോപ്പർ ഓതറൈസേഷൻ മറ്റുമൊക്കെ വാങ്ങിയിട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെയും ഫോം നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ടായിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഇൻപുട്സ് കാര്യങ്ങൾ PPEയിൽ വരുന്നുണ്ട്. ഇനി അതേപോലെ കുറച്ച് ഔട്ട്പുട്സും ഉണ്ട്. ഔട്ട്പുട്സ് നമ്മൾ എത്രത്തോളം അസറ്റ് ഈ ഒരു പീരീഡിൽ പർച്ചേസ് ചെയ്തു,
ടോട്ടൽ അസറ്റ് പർച്ചേസ്ഡ് ഇൻ ദി പീരീഡ്, അതിന്റെ ഒരു ഡേറ്റ നമ്മളെ കയ്യിൽ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടില്ലേ? നമുക്കറിയാൻ പറ്റില്ലേ പീരീഡ് എൻഡ് ആയി കഴിയുമ്പോൾ എത്രത്തോളം വാങ്ങിയെന്നുള്ളത്. ഇനി ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ ഉണ്ടായിരിക്കും, മറ്റേതൊരു സമ്മറൈസ്ഡ് ഡേറ്റ ആയിരിക്കും, ഇവിടെ രജിസ്റ്റർ ഉണ്ടായിരിക്കും. എവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ ഉള്ളത്, ഇതിന്റെ ഐഡി എന്താണ്, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ രജിസ്റ്ററിൽ നമ്മൾ മാർക്ക് ചെയ്യും. ഡിപ്രിസിയേഷൻ രജിസ്റ്റർ, നമുക്ക് ഓരോ അസറ്റിലും എത്രത്തോളം ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, ഡിപ്രിസിയേഷന്റെ കാര്യങ്ങൾ പ്രോപ്പർലി റെക്കോർഡ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് ഡിപ്രിസിയേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് റിപ്പോർട്ട്, നമുക്ക് ഇതിനകത്ത് റിപ്പയർ കോസ്റ്റ് എത്ര വന്നു, മെയിൻ്റനൻസ് കോസ്റ്റ് എത്ര വന്നു, അതിന്റെ ഒരു റിപ്പോർട്ടിനെയാണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഡിസ്പോസ് ചെയ്ത അസറ്റിന്റെ അല്ലെങ്കിൽ സെയിൽ ചെയ്ത അസറ്റിന്റെ റിപ്പോർട്ട് കാര്യങ്ങൾ എന്തുണ്ടാവും നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കും. ഇതെല്ലാം എന്തിനു വേണ്ടി യൂസ് ചെയ്യൂടാ നമ്മൾ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം സെറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? AS അത്യാവശ്യമാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി കുറച്ചുകൂടെ പഠിക്കാനുണ്ട് ജനറൽ ലെഡ്ജർ. ലെഡ്ജർ എന്താണ്? നമ്മൾ കുറേ പറഞ്ഞു ലെഡ്ജർ അക്കൗണ്ട് കാര്യങ്ങൾ. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ സമ്മറൈസ്ഡ് അക്കൗണ്ട് ആണ്. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. സോ ക്യാഷ് റെക്കോർഡ് ചെയ്യുന്നു, അക്കൗണ്ട് റിസീവബിൾ റെക്കോർഡ് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആ പീരീഡിൽ ഇതിന്റെ ബാലൻസ് എത്ര ഉണ്ട്, എത്രയാണ് ആ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത്, എത്ര ക്യാഷ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സമ്മറൈസ്ഡ് അക്കൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. ഇത് പ്രോപ്പർലി എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ എന്തുണ്ടാവും? അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ടാവും. എല്ലാത്തിൻ്റെ ലെഡ്ജർ എന്ത് ചെയ്യണം? പ്രോപ്പർലി കീപ്പ് ചെയ്യണം. ഈ ലെഡ്ജർ വെച്ചിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ലെഡ്ജർ പറഞ്ഞെങ്കിൽ എന്ത് വേണം? ജേണൽ എൻട്രി പ്രോപ്പർലി റെക്കോർഡ് ചെയ്യാനായിട്ട് പഠിക്കണം. സെറ്റ് അല്ലേ? ഇനി ഇതെന്തിലേക്ക് വേണം? ഇതിന് ഓരോ മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനെയാണ്. അതിനകത്ത് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ അക്കൗണ്ട് റിസീവബിൾ ആയിരിക്കും, ഒരെണ്ണം ക്യാഷ് ആയിരിക്കും, ഒരെണ്ണം അക്കൗണ്ട്സ് പേബിൾ ആയിരിക്കും. ഇതിനകത്ത് ഓരോ ഐറ്റത്തിനെയാണ് ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതെന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി ലെഡ്ജേഴ്സിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകണം ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും. എന്നാലേ നമുക്ക് ബാലൻസ് കാര്യങ്ങൾ പ്രോപ്പർലി കിട്ടുള്ളൂ. പ്യുവർ അക്കൗണ്ടിങ് ആണ്, സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. ഇനി എന്താ? സബ്സിഡറി ലെഡ്ജേഴ്സ്. അതായത് നമ്മൾ ഈ ഒരു അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞ ലെഡ്ജർ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കാണിക്കുന്നത് എത്ര ബാലൻസ് ഉണ്ടെന്നായിരിക്കും. ഈ സബ്സിഡറി വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിരിക്കും സബ്സിഡറിയിൽ ഉണ്ടാവുക. അതായത് എത്ര അക്കൗണ്ട്സ് റിസീവബിൾ വന്നു, എത്ര കളക്ട് ചെയ്തു, ഇനി എത്ര മിച്ചമുണ്ട്, അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡേറ്റ സബ്സിഡറിയിലും. ജനറലിൽ എന്തായിരിക്കും? അതിന്റെ സമ്മറൈസ്ഡ് ഡേറ്റ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഡീറ്റെയിലിന് വേണ്ടിയിട്ടാണ് സബ്സിഡറി കീപ്പ് ചെയ്യുന്നത്. ഇനി എന്താ? അഡ്ജസ്റ്റിംഗ് വാല്യൂസ് ആൻഡ് എൻട്രീസ്. US GAAP പ്രകാരം എന്തെങ്കിലുമൊക്കെ വാല്യൂസോ അല്ലെങ്കിൽ വാല്യുവേഷൻസ് നടക്കുന്നുണ്ടോ, ഇമ്പയർമെന്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പർലി നമ്മൾ US GAAP പ്രകാരം എന്ത് ചെയ്യണം? ഫോളോ ചെയ്ത് റെക്കോർഡ് ചെയ്യണം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മളെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. നമുക്ക് എത്ര FS ഉണ്ട്? 5 FS ഉണ്ട്. നമുക്ക് 5 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണിത്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മളെ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കാം, സപ്ലൈസ്, എല്ലാവരെയും ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ ഇതൊക്കെ പ്രോപ്പർലി എന്ത് ചെയ്യണം? നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എല്ലാ വർഷവും എല്ലാ പീരീഡിലും കറക്റ്റായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് സെക്ഷൻ 8ലാണ്. 5 സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. ഇനി എന്താ? ഈ ഇന്റേണൽ റിപ്പോർട്ട്സ് ഫോർ അക്കൗണ്ടൻസ്. ഇത് നമുക്ക് എക്സ്റ്റേണലി വരുന്ന കാര്യമാണ് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലേ? എക്സ്റ്റേണൽ ആണ്. ഇനി നമുക്ക് ഇന്റേണലി കുറച്ച് റിപ്പോർട്ട്സ് വേണം. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ അക്കൗണ്ടൻസിന് വേണ്ടിയിട്ട് വേണ്ട ഇന്റേണൽ റിപ്പോർട്ട്സ് എന്താണ്? അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്താ? ട്രയൽ ബാലൻസ്. നമ്മൾ ഓരോ ലെഡ്ജർ അക്കൗണ്ട് എടുക്കും. ഇപ്പൊ ക്യാഷിൽ ബാലൻസ് 20K, അക്കൗണ്ട്സ് റിസീവബിൾ ഒരു 100K, അക്കൗണ്ട്സ് പേയബിൾ എന്ത് ചെയ്യും? ഒരു 150K. ഈ രീതിക്ക് നമ്മൾ എടുക്കും. ഇതിനെ ഒന്ന് ടാലിയാക്കി നോക്കും. ഒരു ചെറിയ രീതിയിലൊരു ട്രയൽ എടുത്ത് നോക്കും. എന്തിനു മുമ്പ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്. അതിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. എല്ലാ ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസ് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ടാലി ആക്കി നോക്കും. ക്രെഡിറ്റും ഡെബിറ്റും ബാലൻസ് വെച്ചിട്ട് ഒരു ട്രയൽ എടുത്ത് നോക്കും. അതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആക്യുറസി ചെക്ക് ചെയ്യാൻ. നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ലെഡ്ജേഴ്സ് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് ചെയ്യുന്നത്. ഇത് അക്കൗണ്ടന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻപുട്ട് ആണ്, അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യമാണ്. ഓക്കെ അല്ലേ? ഇനി ജനറൽ ലെഡ്ജർ റിപ്പോർട്ട്. അതായത് ഈ ലെഡ്ജേഴ്സിനകത്ത് എന്തുണ്ടാവും? ഒരുപാട് ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. ഇതിന്റെ എല്ലാം കൂടി ഈ ട്രാൻസാക്ഷൻസ് ഏതൊക്കെ അക്കൗണ്ട്സിനെ അഫക്ട് ചെയ്തു ആ പീരീഡിൽ, അതിന്റെ ഒരു ഡേറ്റ അല്ലെങ്കിൽ അതിന്റെ ഒരു റിപ്പോർട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ലെഡ്ജറും ഓക്കെ ആണോ അല്ലേ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ജനറൽ ലെഡ്ജർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതൊക്കെ സിമ്പിൾ ആണ്. പേരിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി പോകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി
മാനേജ്മെന്റിനും നമ്മൾ നേരത്തെ അക്കൗണ്ടൻസിന് വേണ്ട ഇന്റേണൽ റിപ്പോർട്ടിങ്സ് എന്തൊക്കെയാണ്, റിപ്പോർട്ട്സ് എന്താന്ന് നോക്കി. ഇനി മാനേജ്മെന്റിന് കുറെ റിപ്പോർട്ടിംഗ് സിസ്റ്റം വേണം. ഇതും ഇന്റേണലി തന്നെയാണ്. അക്കൗണ്ടന്റിന് കുറച്ച് വേണം, മാനേജ്മെന്റിന് വേണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് നീഡ്സ് ഡീറ്റെയിൽഡ് ഇന്റേണൽ റിപ്പോർട്ട്, നോട്ട് ജസ്റ്റ് ഫോർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ജസ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മാത്രമല്ല, ഇവർക്ക് ഇന്റേണലി എന്തെടുക്കണോടാ, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്റേണൽ റിപ്പോർട്ട് മാനേജ്മെന്റിന് വേണം. അതെന്തൊക്കെയാണ്? ഫസ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. നമുക്ക് വന്നേക്കുന്ന കോസ്റ്റ് എത്രയാണ്, നമ്മൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, ഇങ്ങനെ ഒരുപാട് കോസ്റ്റുകൾ കാണിക്കും. ഇതെല്ലാം എത്രയാണ്? അപ്പൊ കോസ്റ്റിന്റെ എന്ത് വേണം, പ്രോപ്പർലി റിപ്പോർട്ട് കാര്യങ്ങൾ മാനേജ്മെന്റിന് അത്യാവശ്യമാണ്. ഓക്കെ അല്ലേ? ഇനി പ്രോഫിറ്റബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ട്സ്. പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യില്ലേ, അതായത് റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സെന്ററിൽ ആരാണോ റെസ്പോൺസിബിൾ, അവർ കോസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നവരാണോ, അതോ ഇൻകം നോക്കുന്നവരാണോ, പ്രോഫിറ്റ് നോക്കുന്നവരാണോ, ഇതൊക്കെ നമ്മൾ സെക്ഷൻ സിയിൽ പഠിച്ചതാ. സോ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിന്റെ പെർഫോമൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഒരു റിപ്പോർട്ട്. അവർ എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു, അവർ എത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ വേരിയൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വേരിയൻസസ് അവർ ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്നുള്ള രീതിയിൽ നോക്കും. എന്തുകൊണ്ടാണ് അൺഫേവറബിൾ ആണെങ്കിൽ എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്, ഫേവറബിൾ ആണെങ്കിൽ അവർ എന്തുകൊണ്ട് അവർ ബഡ്ജറ്റ് ചെയ്ത് തെറ്റിപ്പോയി എന്നുള്ള രീതിയിൽ നോക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, റെസ്പോൺസിബിൾ മാനേജേഴ്സിന്റെ പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ട് വേരിയൻസ് റിപ്പോർട്ട് കാര്യങ്ങൾ പ്രോപ്പർലി വേണം. അപ്പം ഇത്രയും റിപ്പോർട്ട്സ് കാര്യങ്ങൾ ആർക്ക് വേണം, മാനേജ്മെന്റിന് വേണം. അതേപോലെ അക്കൗണ്ടന്റിനും കുറച്ച് റിപ്പോർട്ട്സ് കാര്യങ്ങൾ വേണം, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ എന്ത് വേണം, എക്സ്റ്റേണലി 5 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം. ഇതിനെല്ലാം മെയിനായിട്ട് എന്ത് വേണം, ലെഡ്ജേഴ്സ് പ്രോപ്പർ ആയിരിക്കണം. അത് അക്യുറേറ്റ് ആണോ നോക്കാനായിട്ട് ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളെ സെക്കൻഡ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് യൂണിറ്റ് കഴിഞ്ഞു. നമുക്ക് 18 യൂണിറ്റ് ആണുള്ളത്, അതിൽ 2 യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമുക്കിനി അടുത്ത യൂണിറ്റ് നെക്സ്റ്റ് വേയിലേക്കാ ഡേറ്റാസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുക. ഡേറ്റാബേസ് പോലത്തെ കാര്യങ്ങളാണ് അടുത്ത യൂണിറ്റിൽ ഉണ്ടാവുക. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അടുത്ത യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.